അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യത്തെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞായിരുന്നല്ലോ എക്സ്പെക്ടിങ് മോർ ട്യൂട്ടോറിയൽ വീഡിയോസ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളിതാ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു കമന്റിന്റെ സോങ് ആണ് കേട്ടോ. കമന്റ് വന്ന സോങ്ങിന്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഗസ് ഉണ്ടോ? സോ ദ സോങ് ഈസ് ഊറും ബ്ലഡ്. ഊറും ബ്ലഡ് നമ്മുടെ പുതിയ ഡ്യൂഡ് എന്ന ഫിലിമിലെ സോങ് ആണ്. ആ സോങ്ങിൽ മമിത ചെയ്തത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ട് മമിത ചെയ്ത പോർഷൻ ചേച്ചി ട്യൂട്ടോറിയൽ ആയിട്ട് ഇടാൻ പോകുന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ആ ഒരു സോങ് ഒരു ബാച്ചിന് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ. അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഹുക്ക് സ്റ്റെപ്പാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ ഗൈസ്. അപ്പം നമുക്ക് പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ ആ ഒരു സോങ്ങിന്റെ ഹുക്ക് വരുന്നത് കുറച്ച് ലെങ്തി ആണ്. ഇറ്റ്സ് അബൌട്ട് മോർ ദാൻ 40 seconds ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സെഷൻസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തത് ഏത് പോർഷൻ ആണെന്ന് വെച്ചെന്നാ, മന്നനാ വന്ദനാ ഊരലര കണ്ണനാൻ തൊട്ടനാ പൂമലര என்ன என்ன சொல்ல என்ன வெல்ல யாரும் இல்ல രാജാതി രാജന രാവണ രാവണ. ആ ഒരു പോർഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് തൊട്ടാലെ പട്ടാസാന വെടിക്കര 1000 അയ്യോ പഠിച്ചു വന്നതാണല്ലോ, എല്ലാം പോയി. അപ്പോൾ അതാണ് സെക്കൻഡ് പോർഷൻ. ഞാൻ 2 പോർഷൻ മമിത ചെയ്യുന്ന ഒരു ഹുക്ക് പോർഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷൻ പഠിക്കാം. ആദ്യത്തെ സെഷൻ പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ സെഷൻ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യണം, ചേച്ചി ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന്. എന്നിട്ടായിരിക്കും ഞാൻ അടുത്ത സെഷൻ ഇടുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആൻഡ് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു എടുക്കുന്ന രീതി കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു, കാരണം ലെഫ്റ്റും റൈറ്റും ഉള്ള കൺഫ്യൂഷൻ മാറി കിട്ടിയെന്ന്. ഒന്നുമില്ല, നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ നോക്കുക. ആൻഡ് ഞാൻ തിരിഞ്ഞു നിൽക്കാം. ഇതാണ് എൻ്റെ ലെഫ്റ്റ്, ഇതാണ് എൻ്റെ റൈറ്റ്. ഓക്കെ. ഇവിടെ ലെഫ്റ്റും റൈറ്റും ഒന്നും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ. സോ ദ ഫസ്റ്റ് സോങ്, ദ ഫസ്റ്റ് ലൈൻ ഇസ് മന്നനാൻ തൊട്ടനാ ഊരലര. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോങ് ഓഫ് ബീറ്റിലാണ് തുടങ്ങുന്നത്. അതായത് ആ ലിറിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മന്നനാൻ തൊട്ടനാ ഊരലര 1 2 3 4 5 6 7 8. സെക്കൻഡ് കൗണ്ടിലാണ് സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് കൗണ്ടിൽ തന്നെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട, അയ്യോ സ്റ്റെപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഡാൻസ് ചെയ്തു തുടങ്ങിയാലോ എന്ന്. അത് ഓഫ് ബീറ്റിലാണ് ഈ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കാം. ആദ്യം നമുക്ക് ലെഗ് പഠിക്കാം, അതിനുശേഷം ഹാൻഡ് പഠിക്കാം, എന്നിട്ട് നമുക്കത് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് പഠിച്ചാലോ? അപ്പൊ ആദ്യം നമുക്ക് ലെഗ് മൂവ്മെന്റ്സ് പഠിക്കാം. ആദ്യം നിങ്ങളുടെ റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുക. റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലേക്ക് വൈഡ് ചെയ്യുക. ഓക്കെ. യെസ്. എങ്ങനെയാണ്? 1 2. ഓക്കെ. 1 2. യെസ്. 5 6 7 ഗോ. 1 2. ഓക്കെ. ആൻഡ് ബോഡി ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്യുക. ഓക്കെ. ഈ ഒരു റൈറ്റ് സൈഡിലേക്ക്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലെഫ്റ്റ് സ്റ്റെപ്പ്. ലെഫ്റ്റ് ടാപ്പ് ചെയ്യുക. സെയിം ടൈം റൈറ്റ് ലെഗ് വൈഡ് ചെയ്യുക ആൻഡ് ബോഡി ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യുക? ടിൽറ്റ് ചെയ്യുക. ഓക്കെ. സോ ദ സ്റ്റെപ്പ് ഇസ് 5 6 7 ഗോ. 1 2 3 4. കിട്ടി. അപ്പൊ ലെഗ് മൂവ്മെന്റ്സ് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് ഹാൻഡ് മൂവ്മെന്റ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ റൈറ്റ് ടാപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് വെക്കുന്ന സെയിം ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ദാ ഇങ്ങനെ എടുത്ത് ഫോർഹെഡിൽ വെക്കുക. എങ്ങനെയാണ്? 1 2. ആൻഡ് അടുത്തത് റൈറ്റ് ഹാൻഡ് 3 4. ഓക്കെ. ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ. ഹാൻഡ് നോക്കിയേ, ഇങ്ങനെ ജസ്റ്റ് ഒരു വേവ് പോലെ കൊടുത്തു, ഹെഡിൽ വെച്ചു. റൈറ്റ് ഹാൻഡ് വേവ് കൊടുത്തു, ഹെഡിൽ വെച്ചു. ഇനി ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. കിട്ടി. യെസ്. 1 5 6 7 ഗോ. 1 2 3 4. ഓക്കെ. അപ്പൊ ആ സ്റ്റെപ്പ് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ലെഗ് ഫസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുക. അതായത് 1 2 3 4. ഇങ്ങനെയാണ്? 1. നമ്മൾ ടച്ച് ചെയ്യേണ്ട ഗ്രൗണ്ടിൽ, ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഡോണ്ട് ലാൻഡ് ദ ലെഗ്. ഓക്കെ. 5 6 7 ഗോ. 1 2 3
4. യെസ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബോഡി കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യുക. ടിൽറ്റ് ചെയ്തിട്ട് നോക്കിയേ, നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ട്രെയിറ്റ് പിടിക്കുക. ആൻഡ് റൈറ്റ് ഹാൻഡ് നമ്മളിങ്ങനെ വണ്ടി ഓടിക്കൂലേ, യെസ്, ഇതുപോലെ നേരത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അല്ലേ ജാലക്കാരിയിൽ. അതുപോലെ തന്നെ 1 2 3 കണ്ടോ, അതുപോലെ തന്നെ 1 2 3. യെസ്. അപ്പൊ കൈയും കാലും ഇങ്ങനെ ഒരുമിച്ച് ചെയ്യും. 1 2. യെസ്. 5 6 7 ഗോ. 1 2. ഓക്കെ. അപ്പൊ നമുക്കിത് ഒരുമിച്ച് ചെയ്താലോ. 5 6 7 ഗോ. മന്നനാ ബന്ദലാരു. ഓക്കെ. ഊലരക. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുക ഹാൻഡ്. ലെഗ് ഇങ്ങനെ തന്നെയാണ്. ആ 3rd കൗണ്ട് ഇങ്ങനെ തന്നെയാണ്. അതായത് നോക്കിയേ, 1 2 3 ലെഗ് ഉണ്ട്, പക്ഷെ ഹാൻഡ് മൂവ്മെന്റ് ചേഞ്ച് ഉണ്ട്. ഹാൻഡ് മൂവ്മെന്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ഓക്കെ. ഊലഴക. ആൻഡ് സ്ട്രെയിറ്റ് നിൽക്കുക. റൈറ്റ് ഹാൻഡ് മാത്രം സൈഡിലേക്ക് നമ്മളിങ്ങനെ ഒരു സല്യൂട്ട് ഇങ്ങനെ കൊടുക്കത്തില്ലേ, ആ ഒരു സല്യൂട്ട് കൊടുക്കുന്ന പോലത്തെ അങ്ങനെ റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുക. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ സ്റ്റെപ്പ് ചെയ്യാം. 5 6 7 8 1 2 3 4. കിട്ടി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആദ്യം പോലെ ചെയ്താലോ. യെസ്. 5 6 7 ഗോ. ഓക്കെ, കിട്ടി. പാട്ടിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തമിഴിയൻസ് എന്നോട് ക്ഷമിക്കുക. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പോന്നിട്ട് 3 കൊല്ലമായി, അതുകൊണ്ട് കുറച്ച് തമിഴ് മറന്നുപോയി. അതുകൊണ്ട് വേർഡ്സിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് കിട്ടിയല്ലേ. ഇനി രണ്ടാമത്തത് നോക്കിയേ, 1 2 3 4. നോക്കി, ഒന്നുമില്ല, നിങ്ങളുടെ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക. ദെൻ ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക, ജോയിൻ ചെയ്യുക. ദെൻ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക, റൈറ്റ് ലെഗ് ജോയിൻ ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ബോഡി എങ്ങനെ ചെയ്യണം? 1 2 3 4 ഒരു ചെറിയ ഡൗൺ ചെയ്ത് കൊടുക്കണം. നോക്കേ, കൈൻഡ് ഓഫ് ബൗൺസിങ് പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്ത് കൊടുക്കണം പോലെ. നോക്കേ, 5 6 7 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ. 1 2 3 4. ഈ ഒരു ചെസ്റ്റ് പാർട്ട് എങ്ങനെയാണ്? ജസ്റ്റ് ബൗൺസ് ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ 1 2, അതായത് റൈറ്റ് ലെഗ് വെച്ചു, 2 ബൗൺസ്, ലെഫ്റ്റ് ജോയിൻ ചെയ്തു, ലെഫ്റ്റ് വെച്ചു, 2 ബൗൺസ്, റൈറ്റ് ജോയിൻ ചെയ്തു. ഓക്കെ. 5 6 7 ഗോ. 1 2 3 4 5 6 7 8. കിട്ടി. ഇനി ഇതിന്റെ ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ഈ റൗണ്ട് ഇല്ലേ, അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ബാക്കിലേക്ക് കൈ ഇങ്ങനെ റൗണ്ട് ചെയ്തേ. യെസ്, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഓക്കെ. റൗണ്ട് ചെയ്തു. ദെൻ നമ്മളിങ്ങനെ കൊഞ്ചനൊക്കെ കുത്തൂലേ, ആ ഒരു സാധനം. ദെൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ റൗണ്ട് ചെയ്തു. പിന്നെ ഇതല്ല, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 2. ഓക്കെ. ഫസ്റ്റ് ഇത്, രണ്ടാമത്തത് ഇത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ലെഗും ഹാൻഡും ആയിട്ട് ഒരുമിച്ച് ചെയ്താലോ. യെസ്, കമോൺ. അപ്പൊ നമ്മളിത് കുറച്ച് എൻജോയ് ചെയ്ത് ചെയ്യാം കേട്ടോ. 1 2 3 5 അവർ നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്യണം. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4 5 6 7 8. കിട്ടിയോ? അപ്പൊ ഗൈസ് നമുക്ക് ബിഗിനിങ് തൊട്ട് ഇവിടെ വരെ ചെയ്യാം. 5 6 7 ഗോ. മന്നനാൻ തൊട്ടനാ ഊരലല നന്നനാ നന്നനാ നാനാ. പെട്ടെന്ന് എനിക്ക് സോങ്ങിന്റെ ലിറിക്ക് കിട്ടിയില്ല. ഓക്കെ, ഇത്രയും കിട്ടിയോ? അപ്പോൾ ഇത്രയും ക്ലിയർ ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിലാണ്? ഹാഫ് ബീറ്റിൽ തന്നെയാണ് തുടങ്ങുന്നത്. എന്നെ സൊല്ല എന്നെ വെല്ല യാറുമില്ല. ഓക്കെ, ഓഫ് ബീറ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ ഫസ്റ്റ് ബീറ്റിൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് കുറച്ചൊന്ന് റൈറ്റ് ലെഗിനേക്കാളും ഒരു പൊടിക്കൊന്ന് ഫ്രണ്ടിലേക്ക് വെക്കാം. ഓക്കെ. യെസ്. ഇനി ലെഫ്റ്റ് ലെഗാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലെഫ്റ്റ് ലെഗ് ടാപ്പ് ചെയ്തു. ദെൻ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്തു. സെക്കൻഡ് കൗണ്ടിൽ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടേക്ക്? സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക്. ദെൻ റൈറ്റ് താഴ്ത്തി, ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്തു. ഓക്കെ, ശ്രദ്ധിച്ചോ. 5 6 7 ഗോ. 1 2 3. കിട്ടിയോ? അതായത് ടാപ്പ്, റൈറ്റ് ലിഫ്റ്റ്, ലെഫ്റ്റ് ലിഫ്റ്റ്,
ദെൻ എഗെയിൻ റൈറ്റ് ലിഫ്റ്റ് ചെയ്യുക, പക്ഷെ ഫ്രണ്ടിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, നേരത്തെ നമ്മൾ സൈഡിലല്ല ലിഫ്റ്റ് ചെയ്തത്, ഇത് ഫ്രണ്ടിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. 5 6 7 ഗോ. 1 2 3 4. കിട്ടിയോ? 1 2 3 4. ഓക്കെ, യെസ്. ഇനി ഇതിന്റെ ഹാൻഡ് മൂവ്മെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് അപ്പ് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് താഴ്ത്ത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് ലെഗ് ആണല്ലോ ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ 1. ദെൻ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ലെഗ് സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ടച്ച് ദ റൈറ്റ് ലെഗ് വിത്ത് റൈറ്റ് ഹാൻഡ്. ദെൻ വെൻ യു ലെഫ്റ്റ് ദ ലെഫ്റ്റ് ലെഗ് ടച്ച് വിത്ത് ലെഫ്റ്റ് ഹാൻഡ്. left hand. Then when you lift the right leg front wise, you just touch with your left hand. Confusion ആയോ? കൺഫ്യൂഷൻ ഒരാവശ്യമില്ല. കാല് മനസ്സിലായില്ലേ? 1 2 3 4. ഓക്കെ, ഇനി കൈ എന്ന് പറയുമ്പോൾ 1 2 3 4. ഓക്കെ, അതായത് മേളിലിരുന്ന കൈനെ സൈഡിൽ കൊണ്ടുവന്നു, പിന്നെ അടുത്ത കൈനെ ലെഫ്റ്റിലടിച്ചു, ഈ ലെഫ്റ്റ് കൈ കൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഒടിച്ചു. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടും. 2-3 പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്താൽ സെറ്റ് ആവും. ഓക്കെ, യെസ്. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, അതായത് എന്ന സൊല്ല എന്ന വെല്ല യാരുമില്ല. ഓക്കെ, ആ എന്ന സൊല്ലയ്ക്കാണ് ഇത് ചെയ്യേണ്ടത്. 5 6 7 ഗോ. എന്ന സൊല്ല. യെസ്, 5 6 7 ഗോ. എന്ന സൊല്ല. അടുത്തത് എന്ന വെല്ല യാരുമില്ല. അതിന് ജസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് സൈഡിലേക്കാണ്, നോട്ട് സൈഡ്, ആക്ച്വലി ഒരു ഡയഗണൽ വൈസാണ് നമ്മുടെ ബോഡിയുടെ ആംഗിൾ ഇരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ കാലിൻ്റെ മൂവ്മെന്റ്സ് തന്നെ എന്ന സൊല്ല. 1 2. ഓക്കെ, ഓൺ യുവർ ടോസ് ജസ്റ്റ് മേക്ക് എ വൈഡനിങ്. കണ്ടോ? 1 2. ഓക്കെ, 1 2 3 4. 1 2. നോക്കേ, ഡയഗണൽ ബോഡി വെക്കുക. ദെൻ 1 2. നിങ്ങളുടെ നീസ് മാത്രം ഒന്ന് വൈഡ് ചെയ്യുക. ഓക്കെ, ആ വൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി മൂവ്മെന്റ് പറയുന്ന ഹാൻഡ് മൂവ്മെന്റ് നോക്കിയേ. 1 2. അതായത് 1 2 1 2. എന്നെ വെല്ല ആരും ഇല്ലെന്നാ, എന്നെ വെല്ല. ഓക്കെ, എന്നെ വെല്ലാൻ ആരും ഇല്ലെന്നാ പറയുന്നത്. അപ്പോ എന്നെ വെല്ല യാരുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് ലെഗ് മുന്നിരിക്കല്ലേ. 1 2. ഒരു ജസ്റ്റ് കുഞ്ഞ് ടാപ്പ്, അതെടുത്ത് ഇങ്ങനെ വേലയ്ക്കൊന്നും വെക്കണ്ട. 1 2. ഇപ്പൊ ആ ഒരു ഡാൻസ് വീഡിയോയിൽ, ആ ഒരു മ്യൂസിക് വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, പലരും പല സ്ഥലം, ചിലർ ലെഗ് മൂവ് ചെയ്തെടുക്കുന്നു, പക്ഷെ അതിൽ ആക്ടർ ജസ്റ്റ് കൈ മാത്രമേ എടുക്കുന്നുള്ളൂ, ബോഡി മാത്രം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, ഒരു ചെറിയ ബൗൺസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഓൾ അപ് ടു യു. യു ക്യാൻ മേക്ക് ദ ഡിഫറൻസ്. ലൈക്ക് 1 2 കൊടുക്കാം, പക്ഷെ ഒരു ചെറിയൊരു ടാപ്പ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെയാ? എണ്ണ വെള്ള യാരുമില്ല. ബാക്കിലേക്ക് ലീൻ ചെയ്യുക. 1 2. 2 ടാപ്പ് റൈറ്റ് ലെഗും കൊണ്ട് കൊടുക്കുക. ആൻഡ് ഹാൻഡ് മൂവ്മെന്റിലേക്ക് നോക്കിയേ. ആരുമില്ല. ഓക്കെ, 1 2. ആൻഡ് യു ഹാവ് ടു ലീൻ ലിറ്റിൽ മോർ ബാക്ക് സൈഡിലേക്ക് കുറച്ച് ലീൻ ചെയ്തിട്ട് ആരുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്സ് ഇത്രയും നോക്കി, നമുക്ക് ഇത്രയും നോക്കിയാലോ? യെസ്. 5 6 7 ഗോ. മണ്ണ നാൻ തൊട്ടര ഊരകര എന്ന സൊല്ല എന്ന വെല്ല യാരുമില്ല. ഓക്കെ, യെസ്. ഇനി അടുത്തെന്താ? രാജാതി രാജന രാവണ. ഓക്കെ, അതില് അവർ ആക്ച്വലി ഒരു ഫോർമേഷൻ പോലെയാണ് ചെയ്യുന്നത്. ലൈക്ക് ഗേൾസ് എല്ലാവരും ഒരു സിംഗിൾ ലൈൻ വരും. ആൻഡ് ദാറ്റ് ആക്ടർ മേക്ക് രാവണ എന്നുള്ളൊരു പോസും കൊടുക്കുന്നുണ്ട്. സോ വെൻ യു ഡൂയിങ് ദിസ് ഡാൻസ് ലൈക്ക് ഒരു സോളോ പെർഫോമൻസ് ആണ്, അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, സോളോ റിയൽ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, യു ക്യാൻ ഗീവ് ലൈക്ക്, നമുക്ക് ആ മൂവ്മെന്റ് തന്നെ എടുക്കാം. സോ ആ മൂവ്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുക. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ഡൗൺ ചെയ്യാം. ഓക്കെ, ബെൻഡ് ഡൗൺ ആൻഡ്
അങ്ങനെ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ടോയിലായിരിക്കണം കേട്ടോ. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4. നമുക്ക് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് കയറി വരാൻ വേണ്ടിയിട്ടുള്ള പോലെ. ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് നോക്കിക്കോ. നിങ്ങളുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ് ഫ്രണ്ടിൽ വരിക, ആൻഡ് റൈറ്റ് ഹാൻഡ് ആണ് ബാക്കിൽ വരിക. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ്. റൈറ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് കൈ. അങ്ങനെ 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, അതിനകത്ത് അവരെല്ലാവരും ഒരു സിംഗിൾ ലൈൻ വരുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കയറി വരാം. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, 2 ടൈംസ് ഉള്ളൂ, സെയിം സ്റ്റെപ്പ്. ഓക്കെ, അത് രാവണ രാവണ. നമ്മൾ ആ ഒരു പോർഷൻ എൻഡ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ലൈക്ക് 1 2 കാല് സ്റ്റേബിൾ ആയിട്ട് നിലത്ത് വെച്ചിട്ട് നമുക്ക് 1 2 സ്പ്രെഡ് ചെയ്തിട്ട് 2 ഹാൻഡും കൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ടൊരു പോസ്റ്റ് കൊടുക്കും. ഓക്കെ, അതിനകത്ത് ആക്ടർ ഇങ്ങനെ ലീൻ ചെയ്ത് വീഴുന്ന പോലെ ആൻഡ് ഷീസ് ക്യാരിങ് ഹിം, അങ്ങനത്തെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ലൈക്ക് 1 2 3 4. ആൻഡ് ഈ പോസ് വരുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുക, റൈറ്റ് ലെഗ് ബാക്കിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്കൊന്ന് ചെയ്താലോ? അല്ലെങ്കിൽ ഈ ഒരു കയറി വരുന്ന വരെ പോർഷൻ ഒന്ന് ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ, അതായത് രാജാതി രാജന രാവണ രാവണ. ഓക്കെ, 5 6 7 ഗോ. രാജാതി രാജവ രാഘവ രാഘവനോ രാഘവോ രാവണ രാവണ. ഓക്കെ, ഒന്നും കൂടെ. 5 6 7 ഗോ. രാജാതി രാജവ രാഘവ. ഈ രാഘവൻ ഇവിടെ തോന്നുന്നു. 5 6 7 ഗോ. രാജാതി രാജന രാവണ രാവണ. അപ്പൊ ഗൈസ്, നമ്മൾ ഈ പഠിച്ചത്ര നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കിയാലോ? യെസ്. 5 6 7 ഗോ. ഞാൻ തൊട്ടണ ഊരലര என்ன என்ன சொல்ல என்னதல்ல யாரும் இல்ல രാജാതി രാജവ രാഘവ രാവണ. ഞാൻ രാഘവ എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ ഗൈസ്, ഇതാണ് ഫസ്റ്റ് പോർഷൻ. ഇനി സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് അറിയില്ലേ? തൊട്ടാടെ പൊട്ടാസാന ബെടിക്കറ 10,000 വാലാ ഹേ. അപ്പൊ അതാണ് സെക്കൻഡ് പാർട്ട്. ആ സെക്കൻഡ് പാർട്ടിന്റെ സ്റ്റെപ്പ് അറിയാലോ? അറിയില്ലെങ്കിൽ ചേച്ചി പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് അതിന്റെ സ്റ്റെപ്പിന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ പഠിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും. നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽ ഇത് നിങ്ങൾ ലേൺ ചെയ്തതിന് ശേഷം നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവരും ഒന്ന് സെറ്റായിട്ട് പഠിച്ചിട്ട് വായോ. ആൻഡ് വെയിറ്റ് ഫോർ ദി പാർട്ട് 2 ഓഫ് ഊറും ബ്ലഡ് ഗൈസ്.